ചേക്കിഴാരുടെ പെരിയ പുരാണത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ശിവഭക്തൻ്റെ, ഒരു ശിവമഹാകവിയുടെ ജീവിതത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. തിരുനാവുക്ക് അരശർ എന്ന അപ്പർ എന്ന മഹാകവി. ഈ മഹാകവിയുടെ തേവാരങ്ങൾ ശിവസായുജ്യത്തിന് ഉതകുന്ന ഏറ്റവും വലിയ ഭക്തിഗീതങ്ങളാണ്. ശിവഗീതങ്ങളുടെ കൂട്ടത്തിൽ ആത്മാർപ്പണം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ ഈ ശിവമൊഴികൾ സത്യത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ, ശിവഭഗവാന്റെ തന്നെ പ്രതിരൂപമായ തിരുനാവുക്ക് അരശർ എഴുതിയ, പൊൻതൂലികയാൽ എഴുതിയ മഹാകാവ്യങ്ങളാണ് ഈ തേവാരങ്ങൾ, ശിവസ്തുതികൾ. ഈ ശിവസ്തുതികൾക്ക് ജന്മം കൊടുത്ത തിരുനാവുക്ക് അരശരുടെ ജീവിതത്തെക്കുറിച്ച് ചേക്കിഴാർ വിവരിക്കുന്നത് നമുക്കിനി കേൾക്കാം. തിരുനാവുക്ക് അരശരെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്, പാടുന്നത്, സ്തുതിക്കുന്നത് സുന്ദരമൂർത്തി നായനാരാണ്. അദ്ദേഹത്തിന്റെ തിരുത്തൊണ്ടത്തുക എന്ന കൃതിയിൽ തിരുനിன்ற ചെമ്മയ്യാ കൊണ്ട തിരുനാവുക്കരതിരെ എൻ്റെ അടിയാർക്കും അടിയേൻ എന്നാണ് അതില് പുകഴ്ത്തുന്നത്. യോഗികൾ വാഴ്ത്തുന്ന മഹാത്യാഗിയും വാഗീശനുമായ തിരുനാവുക്കരതിരുടെ അടിമയാണ് ഞാൻ എന്നാണ് സുന്ദരമൂർത്തി സ്വാമികൾ പാടുന്നത്. പിന്നീട് തിരുനാവുക്കരശരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ചേക്കിഴാരുടെ പെരിയ പുരാണത്തിലാണ്. പെരിയ പുരാണത്തിൽ 429 ശ്ലോകങ്ങളിലൂടെ തിരുനാവുക്കരശരെ കുറിച്ച്, തിരുനാവുക്കരശരുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചെല്ലാം വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. തിരുஞான സംബന്ധരുടെ സമകാലികനായ തിരുനാവുക്കരശർ ജനിച്ചത് തിരുമുനൈ പാടി ദേശം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തിരുമുനൈ പാടി സ്ഥലത്തിന്റെ പേര് തിരുവാമൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് തിരുஞான സംബന്ധരും അതേപോലെ തന്നെ തിരുനാവുക്കരശരും ജീവിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛന്റെ പേര് പുകഴനാർ, അമ്മയുടെ പേര് മാതിനി. ഇവർക്ക് ഒരു പുത്രി ഉണ്ടായിരുന്നു, തിലകവതി. പുത്രൻ മരുൾ നീക്കിയ. മാതിനിക്ക് ഏതാണ്ട് യൗവനപ്രായമായപ്പോൾ ഒരു വിവാഹം നിശ്ചയിച്ചു. അവിടുത്തെ രാജാവിന്റെ സേനാനായകനായ കലിപ്പകയാർ എന്ന് പറഞ്ഞ ഒരു യുവാവിനുമായിട്ടാണ് വിവാഹത്തിന് നിശ്ചയിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അയൽ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധത്തില് സേനാനായകനായിരുന്ന കലിപ്പകയാർ വീരമൃത്യു പ്രാപിച്ചു. അങ്ങനെ മാതിനി ദുഃഖിതയായി തീർന്നു. ഈ ദുഃഖം കണ്ടിട്ട് അവളുടെ പിതാവ് രോഗബാധിതനായി തീർന്നു. അധികം കഴിയാതെ മരണമടഞ്ഞു. അതോടൊപ്പം തന്നെ മാതാവും മരണമടഞ്ഞു. അങ്ങനെ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ മാതിനിക്കും അതേപോലെ തന്നെ സഹോദരൻ മരുൾ നീക്കിയാർക്കും നേരിടേണ്ടി വന്നു. മാതിനിക്ക് ഇത് താങ്ങാനായില്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തുനിയുമ്പോൾ മരുൾ നീക്കിയാർ അത് കാണുകയും സഹോദരിയെ അതിൽ നിന്ന് തടയുകയും ചെയ്തു.
മരുൾ നീക്കിയാർ സഹോദരിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ഏകാഗിയായിട്ട് വിട്ടുപോകരുത്, എനിക്ക് വേണ്ടി സഹോദരി ജീവിക്കണം എന്ന് പറഞ്ഞു. സഹോദരന്റെ കണ്ണീര് കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. ആ ഭാഗം ചേക്കിഴാർ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെയും എം മനയും അവർക്കനെ കൊടുക്ക ഇതേതാറുകൾ അന്തമുറയാൽ അവർക്ക് ഉരിയത് താൻ ആദനില്ലാൽ ഇന്ത ഉയിർ അവരുയിരോട് ജയിപ്പാൻ പിനത്തുണിയ വന്തവർത്തം അടിയണയുമേൽ മരുൾ നീക്കിയാർ വീഴ്ந்தாർ. അവളുടെ കാൽക്കൽ വീണിട്ട് കേണ് അപേക്ഷിക്കുകയാണ്, തനിക്ക് മറ്റാരുമില്ല, എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു. അന്നു മുതൽ തിലകവതി ഒരു ശിവയോഗിനിയായി അടുത്തുള്ള തിരുവതിക എന്ന ശിവക്ഷേത്രത്തിൽ കഴകവൃത്തി ചെയ്തുകൊണ്ട് സഹോദരനെയും ശുശ്രൂഷിച്ചുകൊണ്ട് സഹോദരനെ പോറ്റി വളർത്തിക്കൊണ്ട് ജീവിച്ചു. അങ്ങനെ സഹോദരൻ യൗവനപ്രായമായപ്പോൾ ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി അയൽ ദേശത്തേക്ക് പോയി. അവിടെ പോയതോടുകൂടി മരുൾ നീക്കിയാർ ജൈന മത അനുയായികളുമായിട്ടും ജൈന ഗുരുക്കന്മാരുമായിട്ടും ബന്ധപ്പെടുകയും അങ്ങനെ ജൈന മതത്തിൽ ആകൃഷ്ടനായി തീരുകയും ചെയ്തു. മരുൾ നീക്കിയാർ പിന്നീട് നാം കാണുന്നത് ജൈന സംഘത്തിൽ ചേർന്നതായിട്ടാണ്. പാടലീപുത്രത്തിൽ ജൈന മഠത്തിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി ചേർന്നു. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന്റെ പേര് ധർമ്മസേനൻ എന്നാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ധർമ്മസേനൻ ജൈനമത വിദ്വാൻമാരോടൊത്ത് ജീവിക്കുകയും തൻ്റെ സഹോദരിയെ മറന്നു പോവുകയും ചെയ്തു. പക്ഷേ സഹോദരി അനുജൻ ജൈനമതത്തിൽ ചേർന്ന വിവരം അറിയുകയും തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ തൻ്റെ സഹോദരനെ വീണ്ടും ശൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ദർശനമുണ്ടായി എന്നാണ് പറയുന്നത്. അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവൻ അനുഭവിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവൻ തിരിച്ച് ശൈവ വിശ്വാസത്തിലേക്ക് വരും എന്നും ഒരരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ശിവയോഗിനിയായ മാതിനി സഹോദരന് വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് ധർമ്മസേനന് ഒരു രോഗം പിടിപെടുന്നു. ശൂലരോഗം എന്ന് പറഞ്ഞ വയറുമായിട്ട് ബന്ധപ്പെട്ട അതികഠിനമായ രോഗം പിടിപെട്ടു. എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല. ചികിത്സിക്കും തോറും രോഗം കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അങ്ങനെ രോഗം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ധർമ്മസേനന് തൻ്റെ സഹോദരിയെ ഓർമ്മ വരികയും സഹോദരിയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് ആദ്യം കൊണ്ടുപോയത് ശിവക്ഷേത്രത്തിലേക്കാണ്. സഹോദരനെ കൊണ്ടുപോയത് ശിവക്ഷേത്രത്തിലേക്കാണ്. എന്നിട്ട് അവിടത്തെ തിരുനീറും അതേപോലെ തന്നെ തീർത്ഥവും നൽകി. അങ്ങനെ നിരന്തരം തീർത്ഥവും അതേപോലെ തന്നെ ഭസ്മവും നൽകിക്കൊണ്ട് ശിവയോഗിനിയായ സഹോദരി തന്നെ ശുശ്രൂഷിച്ചു. അവസാനം രോഗം മാറി.